Good morning friends, welcome to our channel Prissy Couple Vlog. അപ്പോൾ ഇന്നത്തെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയില്ല, തൃശ്ശൂർ പോവാം. തൃശ്ശൂർ പോകാൻ ഒരു പ്ലാൻ ഉണ്ട്. ഇതുവരെ തൃശ്ശൂർ കാണാത്ത ആൾക്കാരൊക്കെയാണ് നമ്മൾ തൃശ്ശൂർ കണ്ടിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂരിലെ ശക്തം പോലും കാണാത്ത ആൾക്കാരാണ് നമ്മുടെ കൂടെ. അപ്പോൾ എന്തായാലും തൃശ്ശൂരിലെ സ്ഥലങ്ങൾ പോലും കാണാത്ത ആൾക്കാരൊപ്പം ഞാൻ ജീവിക്കുന്നത് ആലോചിക്കുമ്പോൾ അയ്യോ. അപ്പോൾ തൃശ്ശൂരിൽ പഠിച്ച് തൃശ്ശൂരിലെ പല മെയിൻ സ്ഥലങ്ങൾ പോലും കാണാത്തൊരു കുട്ടീൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് തൃശ്ശൂർ പോയി നോക്കാം. അപ്പോൾ വാമിയുടെ എല്ലാ ഐറ്റംസും ഞാൻ ഈ ഒരു ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ഫോട്ടോഷൂട്ടിനുള്ള ഡ്രസ്സസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ കൂട്ടി തന്നെ നമ്മളുടെ പ്രൊമോഷൻ കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു മൈക്കാണിത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്, ഡിജിടെക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു മൈക്കും വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടാതെ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് കൂടെ എടുക്കുന്നുണ്ട്. ഇത് ബേബി കെയറാണ്. അപ്പോൾ വാമിയെ എടുക്കുന്ന സമയത്ത് എനിക്ക് ഈസി ആവാനായിട്ടാണ് ഞാനിത് എടുക്കുന്നത്. ഇത് ലവ് ലാപ്പിൻ്റെ അഡോർ ബേബി കരിയറാണ്. ഇതുകൂടെ ഞാൻ എടുക്കുന്നുണ്ട്. നമ്മളെങ്ങോട്ടാ വന്നേ? എങ്ങോട്ടാ വന്നേ? എന്തിനാ വന്നേ? കാണാനൊന്നല്ല, അടയാളപ്പെടുത്ത കാലമേ. അശ്വതി ആദ്യമായി തൃശ്ശൂർ പോകുന്നു. ഞാൻ ആദ്യമല്ല തൃശ്ശൂർ പോകുന്നത്. ഞാൻ പി.ജി സാറിനോട് പഠിച്ച സമയത്ത് തൃശ്ശൂർ ഉണ്ടായിരുന്നു. പഠിച്ചിട്ടല്ലേ? പക്ഷേ സ്ഥലങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾക്കൊരു പ്രൊമോഷൻ വർക്ക് ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് പോവാണ്. അതുപോലെ അത് മാത്രമല്ല, പിന്നെ നമ്മൾക്ക് കുറച്ച് ശക്തൻ്റെ അവിടെ പോയിട്ട് കുറച്ച് വാമിയുടെ എൻട്രൻസ് കോച്ചിങ് ഒക്കെ പി.സി. തോമസ് അല്ലേ പഠിച്ചത്? അതെ, ഞാൻ എൻട്രൻസ് കോച്ചിങ് പി.സി. സാറിൻ്റെ അവിടെയാണ് പഠിച്ചത്. അപ്പം അവിടെ ഉള്ള ടൈമിലുണ്ടായിരുന്ന ആ സമയത്ത് വടക്കുന്നാഥ ക്ഷേത്രം അങ്ങനെ ഞാൻ കാണാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം നമ്മളിന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ അവസരം നമ്മൾ ഉണ്ടാക്കണം. പക്ഷേ ഞാൻ പഠിക്കാൻ പോയതുകൊണ്ട് അവസരം ഉണ്ടാക്കണം, ശരിയാ തന്നെയാണ്. പക്ഷേ ഞാൻ പോയിട്ടില്ല. ഇവരൊക്കെ പുസ്തക പൂജികളാണ്, പുസ്തക പുഴുക്കളെ. നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഒരു സ്ഥലം പോയാൽ അത് ക്ലാസ് പോയോ പോയില്ല, ആ സ്ഥലം മൊത്തം എക്സ്പ്ലോർ ചെയ്യും. നമ്മൾക്ക് പിന്നെ പഠിക്കാനുള്ള ഭാഗ്യം ഇവിടെ ചാവടി, SNGC കോളേജ്, സ്കൂൾസ്, പിന്നെ ഇവിടെ ഇടയ്ക്ക് കട്ടക്കടിച്ച് സിനിമയൊക്കെ പോയി സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. എന്നാലാണ് ജനറൽ അവയർനെസ് ആൻഡ് ജനറൽ നോളജ് കിട്ടുള്ളൂ. അല്ലേ മാമി? മാമി സ്കൂളിൽ പോകുമ്പോ കട്ടടിക്കണോട്ടാ. അച്ഛനെ ഇടിക്കും നിന്നെ. മാമി തൃശ്ശൂർ കണ്ടിട്ടുണ്ടോ? അതിന് മുമ്പ് തൃശ്ശൂർ കണ്ടിട്ടുണ്ടോ മാമി? എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? എപ്പോഴാ പോയത്? നാളെ? നാളെ തൃശ്ശൂർ. വെരി ഗുഡ്. നമുക്ക് അടിച്ചു പൊളിക്കല്ലേ? പൊളിക്കാൻ പറ്റുമെന്നറിയില്ല. തൃശ്ശൂർ ഞാനും ഇതുവരെ പോയിട്ടുണ്ടെങ്കിൽ ശക്തൻ അതിൻ്റെ ഉള്ളിലൊന്നും ഞാനും കയറിയിട്ടൊന്നുമില്ല. പക്ഷെ ഇഷ്ടം പോലെ പ്രാവശ്യം തൃശ്ശൂർ പോയിട്ടുണ്ട്. അപ്പൊ ഇന്നൊന്ന് കറങ്ങിയിട്ട് വരാം. മാമിക്ക് ഒരേ നിർബന്ധം അല്ലേ? കറങ്ങാൻ പോണ്ടേ? വാമിയുടെ ഔട്ട്ഫിറ്റ് അല്ലേ? എങ്ങനെയുണ്ട്? മറ്റേതൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം എടുത്തിട്ടുണ്ട്. ഇപ്പൊ വാമിക്ക് അവിടെ നിന്ന് നമ്മള് ആ ശക്തന്റെ അവിടെ വെച്ച് നല്ല 2 ഫോട്ടോസും എടുക്കണം, പുതിയ ഡ്രസ്സ് വെച്ചിട്ട്. അതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. വാമി ഒരു പാട്ട് പാടാൻ പോവാണ്. വാമി പാട്ട് പാടും. കണ്ണൻ മറ്റേത് അമ്പലപ്പുഴ നോട് നീ എന്ത് മെല്ലെ ഓടി വന്നു. ഇനി അടുത്ത പാട്ടാണ് ടിങ്കിൾ ടിങ്കിൾ പാടിയേ. വെരി ഗുഡ്. ട്വിങ്കിൾ ട്വിങ്കിൾ. Johnny Papa. Johnny as a papa. Eating sugar, no papa. Telling lies, ending. No papa. No papa. Open. Open motor. അതിട്ടില്ലല്ലോ. നമ്മൾ തൃശ്ശൂരിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ പോകുന്നത് മാമി? ഫുഡ് കഴിക്കാൻ. യെസ്, നമുക്കതേ ഉള്ളൂ ചിന്ത അല്ലേ? ഫുഡ് കഴിക്കണം, നല്ല ഫുഡ് കഴിക്കണം. എന്താ കഴിക്കണം മാമി? ബിരിയാണി. വാ, ബിരിയാണി. പിന്നെ
പിന്നെ ചിക്കൻ. ചിക്കൻ. പിന്നെ എന്താ കഴിക്കണ്ടേ? മീൻ. അച്ചാ. ഫുഡൊക്കെ വേണോ മാമി? വീട്ടിൽ പോയി കഴിച്ചാൽ പോരെ? വല്ല നാരങ്ങച്ചോറ് എടുത്താൽ നമുക്ക് വല്ല മരത്തിന്റെ ചോട്ടിലിരുന്ന് കഴിക്കായിരുന്നു. അതാണ് കോസ്റ്റ് കട്ടിങ്. മാമിനെ ആദ്യം പഠിപ്പിക്കേണ്ടത് അതാണ്. തൃശ്ശൂർ നല്ല ഫുഡ് സ്പോട്ട്. തൃശ്ശൂരിലുള്ള ആൾക്കാർ നല്ല നിങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട് താഴെ കമന്റ് ചെയ്യുക. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ 2-3 ഒന്ന് തോംസൺ ഗാസ് ആണ്, അങ്ങനെ എന്തോ. ഞാൻ കുറെ പോയിട്ടുണ്ട്, അത് അടിപൊളി സ്പോട്ടാണ്. പിന്നെ അക്ഷയ എന്നാണ് എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തത്. മാമിക്കാണെങ്കിൽ ബിരിയാണി. അപ്പൊ തോംസൺ ഗാസാന്ന് നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ് അത് ചോദിക്കുക. അങ്ങനെ അപ്പൊ 4 കമന്റ്സ് കുറെ വരും. അപ്പോൾ തൃശ്ശൂർ നല്ല ഫുഡ് സ്പോട്ടൊക്കെ ഏതൊക്കെയാണ്? അപ്പൊ നിങ്ങൾക്ക് തൃശ്ശൂർകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. കമന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കോമന്റ് എന്ന് പറയും. സലാഡാണോ സാലഡാണോ? സലാഡ് എന്ന് നമ്മൾ പറയും, നിങ്ങൾ ബൂർഷകൾ സാലഡ് എന്ന് പറയും. സലാഡ്, ബിരിയാണി, സലാഡ്, കച്ചമ്പർ, അത് മതി. എന്ത് മാമി? അല്ല സാലഡ് എന്ന് പറ. സാലഡ്. അന്ന് പ്രഗ്നന്റ് ആയി ഈ വഴിയാണ് ഞങ്ങള് അല്ലേ? അന്ന് 7th month പ്രഗ്നന്റ് ആയി തിരിച്ചു അല്ലേ വീട്ടിൽ പോകുന്ന സമയത്ത് ഈ വഴിയാണ് വന്നിരുന്നത് കുതിരാൻ. അപ്പോ ഈ ഇത്രയും നല്ല ഡെവലപ്പ് ആയിട്ടില്ല. അന്ന് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അല്ലേ? 2020 നവംബറില്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ഈ കുട്ടി സാധനം എന്റെ വയറ്റിലുണ്ടായിരുന്നത് അല്ലേ മാമി? എവിടെ കഴിക്കും? അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. അടുത്ത് ഫുഡ് കഴിക്കാൻ പോകാൻ. എവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്? തോംസൺ കാസ അല്ലേ? അപ്പോൾ തോംസൺ കാസയിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഞാനിതുവരെ കഴിച്ചില്ല. വിക്കേടം പോയിട്ടുണ്ടെന്ന് പറയുന്നു. നമുക്ക് ഫുഡ് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ? നമ്മൾക്കതല്ലേ ഉള്ളു ചിന്ത. എവിടെ പോയാലും നല്ല ഫുഡ് കഴിക്കണം, അങ്ങനെയല്ല, ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം അല്ലേ മാമി? മാമിക്ക് വിശന്നിട്ട് വയ്യ. അതിട്ട് ലുലു മോളിൽ പോവാൻ. ഇവിടെ ലുലു മോളില്ലേ മാമി? ശോഭ സിറ്റി മോളേ ഉള്ളൂ. ശോഭ സിറ്റി. അത് നമുക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ലവ് ലാപ്പിൻ്റെ 2-in-1 കൺവേർട്ടബിൾ ബേബി കരിയർ ആണ്. ലവ് ലാപ്പിൻ്റെ 2-in-1 അഡോർ ബേബി കരിയർ നമുക്ക് 4 to 24 months വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാം. ഒരു പ്രീമിയം കോട്ടൺ ഫാബ്രിക്കോട് കൂടിയാണ് വരുന്നത്. ഇത് വളരെ സ്കിൻ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാ വെതേഴ്സും, അതായത് ഇപ്പോൾ നല്ല ചൂട് കാലാവസ്ഥയിൽ പോലും നമ്മൾക്ക് സുഖമായിട്ട് കുഞ്ഞിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണിത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു എക്സ്ട്രാ പാഡഡ് ഷോൾഡർ സ്ട്രാപ്പോട് കൂടിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു വെരി കംഫർട്ടബിൾ വേസ്റ്റ് ബെൽറ്റ് കൂടെയുണ്ട്. അതായത് നമ്മുടെ ബേബി വെയിറ്റ് ക്യാരി ചെയ്യാനായിട്ട് വളരെ കംഫർട്ടബിളായിട്ട് നമ്മൾക്ക് തോന്നാനായിട്ട് ഒരു വേസ്റ്റ് ബെൽറ്റും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും പാഡഡ് തന്നെയാണ്. ഈ ഷോൾഡർ സ്ട്രാപ്സ് കണക്ട് ചെയ്യാനായിട്ട് ഒരു ബക്കിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈസി ഇൻ ആൻഡ് ഔട്ട് ബക്കിളാണ്. നമ്മൾക്കിപ്പോൾ വേറെ ആരുടെ സഹായം കൂടാതെ തന്നെ നമ്മൾക്ക് ഈസി ആയിട്ട് ഇത് നമ്മൾക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിടാം. അതുപോലെ തന്നെ ഷോൾഡർ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനും ഇവിടെ ഉണ്ടോ അഡ്ജസ്റ്റ്മെൻറ്റ് ബക്കിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേസ്റ്റ് ബെൽറ്റിനോട് ചേർന്ന് ഒരു ചെറിയ പൗച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾക്കിപ്പോൾ നമ്മുടെ മൊബൈലോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇടാനായിട്ടുള്ള ഒരു പൗച്ചുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞിനെ ക്യാരി ചെയ്യുമ്പോൾ ഇവിടെയാണ് കുഞ്ഞിൻ്റെ ഹെഡ് പൊസിഷൻ വരുന്നത്. അപ്പോൾ ഈ ഹെഡ് പൊസിഷനിന് വേണ്ടിയിട്ട് ഒരു ഹുഡീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾക്കിപ്പോൾ ഈ ഹുഡീസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹുഡീസ് ഇങ്ങനെ ഉണ്ടോ റിമൂവ് ചെയ്യാം. കാരണം ബട്ടൺ ടാപ്പോട് കൂടിയാണ് അവർ വെച്ചിരിക്കുന്നത്. നമ്മൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം.
പിന്നെ അപ് ടു 80 കിലോഗ്രാം വരെയുള്ള കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഞാൻ. ഇതാണ് വേസ്റ്റ് ബെൽറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾക്കിവിടെ ഈസി ആയിട്ടുണ്ടോ അപ്പോൾ വാമ്പി ഇങ്ങനെ എടുക്കുക. ഇതാണ് ഫ്രണ്ട് ഫേസിങ് പൊസിഷൻ അല്ലേ വേണം. പിഗ്ഗി ബാക്ക് പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഷോൾഡർ സ്ട്രാപ്പ് ഫ്രണ്ടിൽ കൊടുക്കാം. അപ്പോൾ ഈ ബാക്കിൽ ഇവിടെ നമുക്ക് കുഞ്ഞിനെ ഇടാം. ഇതാണ് പിഗ്ഗി ബാക്ക് പൊസിഷൻ. അപ്പോൾ ഫ്രണ്ട് സീറ്റിങ്ങും പ്രൊവൈഡ് ചെയ്യാം, അതുപോലെ തന്നെ പിഗ്ഗി ബാക്ക് പൊസിഷനും പ്രൊവൈഡ് ചെയ്യാം. നമ്മളുടെ ഇഷ്ടം പോലെ നമ്മൾക്ക് ഈസി ആയിട്ട് കുഞ്ഞിനെ ക്യാരി ചെയ്യും. 18 കിലോഗ്രാം വരെയുള്ള കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട്. അതുമാത്രമല്ല ഈ ഫാബ്രിക് നമ്മൾക്ക് വാഷബിളുമാണ്. അപ്പോൾ നമ്മൾക്ക് ഇത് വാഷ് ചെയ്ത് വീണ്ടും റീയൂസ് ചെയ്യാം. നല്ലൊരു കോട്ടൺ ഫാബ്രിക്കാണ്. അപ്പോൾ ബേബീസിന് ഇതുപോലെ ക്യാരി ചെയ്യാൻ കഷ്ടപ്പെടുന്ന അമ്മമാർ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നമ്മൾക്ക് അമ്മമാർക്ക് മാത്രമല്ല, നമ്മൾക്ക് ഫാദറിനും ഇത് യൂസ് ചെയ്യാം. നല്ല ഈസി ആയിട്ട് ക്യാരി ചെയ്യാം. അവർക്കും ഭയങ്കര ഒരു സ്ട്രെസ് കൊടുക്കത്തില്ല. അപ്പോൾ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് ലവ് ലാപ്പിൻ്റെ ഈ ഒരു അഡോ ബേബി 2-in-1 കാരിയർ. അങ്ങനെ ഞങ്ങൾ തോംസൺ കാസ റെസ്റ്റോറൻറ്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് എന്താ, നമ്മൾ വരുന്ന ഫുഡ് കഴിക്കാനല്ലേ. വാമിതേ കൈയൊക്കെ കഴുകി വാമിക്കുട്ടിയുടെ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ വിക്കേട്ടൻ ഇവിടെ മെനു നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാസ സ്പെഷ്യൽ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. തോംസൺസ് കാസ സ്പെഷ്യൽ ബിരിയാണി. അപ്പോൾ വാമിക്ക് ഈ പ്ലേറ്റ് കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയായി. സ്പെഷ്യൽ പ്ലേറ്റ് ആയതുകൊണ്ട് വാമിക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഈ ഹോട്ടലിന് നല്ല കിടിലൻ ആംബിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല ഗ്രീനറി ഒക്കെ ആയിട്ട്, ഗ്രീനറി മീൻസ് ടഫിൻ്റെ ഗ്ലാസ് വെച്ചിട്ടാണെന്ന് തോന്നുന്നു അവർ കവർ ചെയ്തിട്ടുണ്ട്. ബട്ട് നമ്മൾക്കൊരു നല്ലൊരു ആംബിയൻസ് കിട്ടുന്നുണ്ട്, ഒരു നാച്ചുറൽ ആംബിയൻസ്. ഇതാണ് കേട്ടോ കാസ സ്പെഷ്യൽ ബിരിയാണി. ഇത് മറ്റേ തലശ്ശേരി ബിരിയാണി പോലെ ചെറിയ റൈസ് അല്ല, മറ്റേ ഒത്തൻറ്റിക് ബിരിയാണിയാണ്. നല്ല ഫുഡാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ ടൗൺ അതിലൊരു സിനിമ പറയാൻ കണ്ടത് ഫസ്റ്റ് ഫ്രണ്ടിൽ ആന ഇറങ്ങി വരിക വീഡിയോ കണ്ടിട്ട് കാണുമ്പോൾ തന്നെ പുണ്യാള അഗർബത്തീസ് തന്നെയാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ ഞങ്ങൾ പ്രൊമോഷൻ വർക്കിനായിട്ടുള്ള പ്ലേസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓക്സിജൻ ദ ഡിജിറ്റൽ സപ്പോർട്ട്. അടുത്ത് ഞങ്ങൾ ശക്തനെ വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നോ പൊരി വെയിൽ. മാമിയാണെങ്കിൽ ആകെ ക്ഷീണിച്ച് വെയിലത്തൊന്നും നിൽക്കാൻ വയ്യ. ഫോട്ടോസൊക്കെ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് അവളുടെ മൂഡ് മാറി. പിന്നെ ഞങ്ങൾ അവിടെ ഒരു റൗണ്ട് അടിച്ചു. പിന്നെ വാമിയുടെ കുറച്ച് ക്ലിക്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വാമി കുറച്ചൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് വന്നു. പക്ഷെ ഭയങ്കര വെയിലാണ്, കേസ് അയക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം, കുഞ്ഞുങ്ങൾക്ക് നല്ല ഹൈഡ്രേഷൻ കൊടുക്കുക. ഈ ഒരു സമയത്ത് നല്ല ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. പക്ഷേ ഫ്രൂട്ട്സ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ലോണം വാഷ് ചെയ്യുക, നല്ല ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുക. കാരണം ഇഷ്ടംപോലെ പെസ്റ്റിസൈഡ്സ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ പോയാലും ഫുഡും ഷോപ്പിങ്ങും. അതാണ് നമ്മൾ ഷോപ്പർ സിറ്റി മോളിൽ വന്ന് എവിടെ നിന്ന് കാണാത്തന്നെ വിക്കറ്റിന് അവിടെ ഞങ്ങളെ കൊണ്ടുപോയി. നമുക്ക് കുറച്ച് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമല്ലോ, കാരണം തൃശ്ശൂർ വരെ ഒന്നല്ലേ. അപ്പോൾ ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമല്ലോ, എന്തെങ്കിലും കഴിക്കണം.
ഇരിക്കുന്ന ഇരിപ്പുണ്ടല്ലേ, എന്ത് കഴിച്ചിട്ടും Take the ദേഹത്തുള്ളില്ല. next right onto Shubha City Mall Road. ആ ഷുഗർ കണ്ടന്റ് കുറച്ച്, അതുകൊണ്ടായിരിക്കും ഇനി അരയിലെ തല ചുറ്റി വീഴും. എനിക്കൊരു ഷുഗറും കുടിച്ചിട്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റുഡിയോ വന്ന് കുറച്ച് ഡ്രസ്സസ് പർച്ചേസ് ചെയ്തു. വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് അല്ലേ, സോ സ്റ്റുഡിയോ ഒന്ന് പർച്ചേസ് ചെയ്തു. വാമിക്കും പിന്നെ വിക്കേട്ട് ഏട്ടൻ്റെ കുട്ടിക്കും വേണ്ടി കുറച്ച് ഡ്രസ്സസൊക്കെ പർച്ചേസ് ചെയ്തു. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ബാക്ക് ടു പാലക്കാട്, ബാക്ക് ടു അവർ ഹോം. അങ്ങനെ രാത്രിയായപ്പോൾ നമ്മൾ കരുതി സോഷ്യൽ കിച്ചണിൽ നിന്ന് നല്ല വെജ് ഫുഡും കഴിച്ചിട്ട് പോവാമെന്ന്. സോഷ്യൽ കിച്ചണിൽ മെയിൻലി ഉടുപ്പി ഫ്ലേവേർഡ് ടൈപ്പ് ഫുഡൊക്കെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ജ്യൂസസും ഷേക്സും ഒക്കെ വെറും 49 റുപ്പീസിനാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് പാലക്കാടുള്ള ഒരു പുതിയ ഔട്ട്ലെറ്റാണ്. ചേട്ടൻ ചനാ ഭട്ടൂര ഓർഡർ ചെയ്തു. അതുപോലെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ചെറിയ മസാല ദോശയാണ്. പക്ഷെ മസാല ദോശയ്ക്കകത്ത് അവർ ഈ ചട്നി പൗഡർ ഇടുന്നതുകൊണ്ട് വാമിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് ഈ മുഖം ഇങ്ങനെ. പിന്നെ നൈറ്റ് ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. പ്രത്യേകിച്ച് കറക്കൊന്നുമില്ലായിരുന്നു, എന്നാലും ഒരു ചെറിയ കുട്ടി വ്ളോഗാണിത്. ബൈ, ഗുഡ് നൈറ്റ്.